അയ്യോ ഉറങ്ങണ. അയ്യോ പിന്നെ എങ്ങനെ ഞാൻ തൈരിടും? ഞാനൊന്ന് അറിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഇതിപ്പോ ഏത് കാലിലിടും? എന്റെ കാലിലൂടാ. ഈ പെണ്ണിന് എന്ത് വട്ടായ? ഒരു കുഴപ്പമില്ലാത്ത കാലിൽ എന്തിനോ എന്തോ ഇവളിങ്ങനെ തൈലം ഇടുന്നത്. സോപ്പിങ്ങിനായിരിക്കും. ഇതെന്തൊരു ഉറക്കം? നമ്മളൊക്കെ ആണെങ്കിൽ ആരെയും വന്ന് ഉറക്കത്തിന് തൊട്ടാ നമ്മൾ അപ്പം എണീക്കും. ഇതിന് പോയെങ്കിലും ചെയ്യായിരുന്നു. നീ ഇട്ടോടി മോളെ, പക്ഷേ സുഹാസിനി പറയൂല. നീ ഇന്ന് മുഴുവൻ ഇവിടെ ഇരുന്ന് തടവിയാലും ഞാൻ ഉണരുകയില്ല. കഴിക്കണല്ലേ ഈശ്വര. ഈച്ചിരുന്നെങ്കിൽ ഓരോ ബുദ്ധികളും ഈ കാലിലും കൂടി ഇടാം. ജീവൻ പോയി. അയ്യോ ഈ കാലിലായിരുന്നല്ലേ കുഴപ്പം. ഞാൻ വിചാരിച്ചേ ആ കാലിലായിരിക്കും. വെറുതെ അല്ല അമ്മ ഉറങ്ങിയപ്പോഴേ മിണ്ടാതെ കിടന്ന് ഉറങ്ങിയത്. നിന്നോട് ആരാടി പറഞ്ഞത് എന്റെ കാലിൽ തൈലിടാന്? ജീവൻ പോയി. എന്നാലല്ലേ പതിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ല എന്നാലല്ലേ കാലിന്റെ ഉളുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഒക്കെ മാറുന്നു. എന്നെ തടവണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എനിക്ക് നിങ്ങൾ തടവണമെന്ന് അത്ര വലിയ ആഗ്രഹമൊന്നും ഇല്ല. പിന്നെ എന്റെ ഭർത്താവിന്റെ അമ്മയെന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ തടവിയത്. അങ്ങനെ ഒരു സഹതാപം എനിക്ക് ആരുടെ വേണ്ട. പിന്നെ 10 രൂപയുടെ ഒരു ഉണക്ക തൈലം കൊണ്ട് വന്നിരിക്കുന്നത്. 75 രൂപ സാധനം. പിന്നെ നീ വെക്കുന്നത് എന്റെ അമ്മ മാറ്റം വന്നത്. പോണേ ഇവിടുന്ന്. ഞാൻ നിൽക്കാനൊന്നും പോണില്ല. എത്ര സാധനമാണോ ആ സാധനം താഴെ ഇരിക്കുന്ന ആ തള്ള അവര്. ഓ അവളെ പോയി വിളിക്ക്. ചെരിപ്പെടുത്തോട്ട് ആർക്ക് വേണം ചെരിപ്പ്? ഇത്ര ഉള്ളെങ്കിലെന്ന് ആ വർത്തമാനോ. എന്തോന്ന് ടൈപ്പപ്പാ ഇതൊക്കെ. കച്ചറ. അയ്യോ മാഡം എവിടാണോ തന്റെ തടവുകാര്? വന്നോണ്ടിരിക്കുക. എപ്പ എത്തും? താനാണോ എന്റെ കാലിന്റെ കാര്യം താഴെ പോയി പറഞ്ഞത്? ഞാനങ്ങനെ പറയോ മാഡം? ഞാൻ പറഞ്ഞില്ല. പിന്നെ ആ കൊച്ചു കൊണ്ടിപ്പോ ഒരു കുപ്പി തൈലവുമായിട്ട് ഇങ്ങനെ തടവാനും സോപ്പിടാനും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് സോപ്പ് പൊടി ഫാക്ടറി ടീമാണ് മാഡം. ആ സോപ്പിലൊന്നും വീഴില്ല. താൻ ഈ വാട്ടുണ്ടോ? ഞാൻ അതിലൊക്കെ വീഴുവോ? മാഡം ഞാൻ വന്നതേ ചെറിയൊരു പ്രശ്നം പറ്റി. മാഡം നേരത്തെ തന്ന ചെക്ക് ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് കീറിപ്പോയി. വേറൊരു ചെക്ക് തന്നാലേ. അവസാനത്തെ ചെക്ക് ലീഫായി എഴുതി തനിക്ക് തന്നത്. ഇനി ഒരു പുതിയ ചെക്ക് ബുക്ക് കിട്ടാനേ കുറഞ്ഞതൊരു 4-5 ദിവസമെങ്കിലും എടുക്കും. എന്നാ മാഡം ഗൂഗിൾ പേ ചെയ്ത് തന്നാലും മതി. എന്തോന്ന് ഗൂഗിൾ പേ? അങ്ങനത്തെ ഒരു സമ്പ്രദായവും എനിക്കില്ലെന്ന് തനിക്കറിയാമല്ലോ. ഇനി താൻ വെയിറ്റ് ചെയ്യ്. 4-5 ദിവസം പുതിയ ചെക്ക് ബുക്ക് വരട്ടെ. ചെക്കിന് വെച്ചത് ഇപ്പൊ ചക്കിന് കൊണ്ടെന്ന് പറയാ. ഇല്ല എന്നാ പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറയായിരുന്നു. വക്കീലെ തടവുകാര് എത്തും മാഡം. ചെറുതായിട്ടൊന്ന് തെറ്റി. അമ്മ നമ്മള് മ്യൂസിയത്തിൽ പോകുമ്പോ അവിടെ പാർക്കിൽ മോളിൽ പിള്ളേർ നമ്മളെല്ലാരും കൂടെ ചറക്കി വീഴൂലേ അമ്മ? അതുപോലെ ഉണ്ടല്ലേ ഇപ്പം? അതുപോലെ എന്താണ്ട് പോലെ വന്നത്. ആരോ വന്നമ്മ. വക്കീല് വിളിച്ചിട്ട് തടവാൻ വരാൻ പറഞ്ഞു. ആരെയാ തടവേണ്ടത്? കറക്റ്റ് ടൈം ഇതെങ്ങനെ വന്ന് ഇതാ അടക്കണം. ഇങ്ങനെ തന്നെ തടവുണ്ട്.
ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.